ഭയം ഭക്തി ബഹുമാനം ബബ്ബബ്ബ ഭയങ്കര കോൺട്രവേഴ്സി ആയൊരു സിനിമയായിരുന്നു. ഇന്നലെ ഞാനും സുഹൃത്തുക്കളും പോയിട്ട് കണ്ട്. ഫസ്റ്റ് തന്നെ എനിക്ക് സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്, അടി ഇടി വെടി പുക ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം അതുവഴി പോയാൽ മതി. അല്ലാതെ ഈ മഹേഷിൻ്റെ പ്രതികാരം പോലെ ഭയങ്കര കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും ഈ സിനിമയ്ക്ക് പോയാൽ നിങ്ങൾക്ക് തീർത്തും നിരാശയായിരിക്കും ഉണ്ടാകുക. ഫുള്ള് സീനിയേഴ്സ് ആക്ടേഴ്സാണ്. ദിലീപ്, മോഹൻലാൽ, ദേവൻ, അശോകൻ, അങ്ങനെ ഒരുപാട് സീനിയേഴ്സ് ആക്ടേഴ്സിൻ്റെ ഒരു ഹൈ വോൾട്ടേജ് സിനിമയാണ് ഈ സിനിമ. എല്ലാ കഥാപാത്രങ്ങളും അവർക്ക് കൊടുത്ത ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, പിന്നെ ഫൈറ്റ് സീന്, ലാസ്റ്റ് ക്ലൈമാക്സിലെ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല പൈസ മുടക്കിയിട്ടുണ്ട്. നല്ല പൈസ കളഞ്ഞ് ചെയ്ത സിനിമയാണ്. കാരണം ഓൾറെഡി മോഹൻലാലുണ്ട്, ദിലീപുണ്ട്, അതിന് തന്നെ ഭയങ്കര ഒരു ക്യാൻവാസ് അപ്പം തന്നെ ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും സിനിമ കാണാൻ പോയിട്ടുള്ളത്. സിനിമ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി അങ്ങനെ ഒരു മാഡ്നസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്. പക്ഷെ സിനിമ എല്ലാവർക്കും വർക്ക് ചെയ്യണമെന്നില്ല. ഇതിലൊരു മെയിൻ പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയുടെ സ്ക്രിപ്റ്റ്, കഥയാണ്. ഭയങ്കര ഫ്ലോപ്പാണ് അവിടെ. അതായത് നിങ്ങൾ എത്ര വലിയ സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്നാലും ആരെയൊക്കെ കൊണ്ടുവന്നാലും സ്ക്രിപ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടം ഫ്ലോപ്പാവും. ഒന്നോ രണ്ടോ ദിവസമൊക്കെ അതിന് ഭയങ്കര ഹൈപ്പ് ഉണ്ടാവും, അത് കഴിഞ്ഞ് അത് ഡൗൺ ആവും. അതായത് ഒരു ബൈജു ആണ് അതിൽ മുഖ്യമന്ത്രി, ദിലീപ് മുഖ്യമന്ത്രിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇതെന്തിനാണ് തട്ടിക്കൊണ്ടുപോകുന്നത്, ഇവരെ എന്തിന് ഈ ഗവൺമെൻറ്റിനെതിരെ എന്തിന് പോരാടുന്നു, ഇതിനൊന്നും ഒരു കറക്റ്റ് റീസൺ ഇല്ല. ആ റീസൺ ഇല്ലാതായത് കൊണ്ട് തന്നെ സിനിമയിൽ നമുക്ക് ഒരു കണക്റ്റ് ആവുന്നില്ല. ഇൻ്റർവെല്ല് വരെ എന്തെല്ലോ ആയിട്ട് പോകുന്നു. ലാസ്റ്റാണ് ഒരു 2-3 മിനിറ്റ് സ്റ്റോറിയിലേക്ക് സിനിമ കടക്കുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിരാശയായിപ്പോയി. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് റാഷിദ് മാൾ എന്ന സിനിമ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ സിനിമ കാണാൻ പോകണമെങ്കിൽ തന്നെ ഒരു 100 കിലോമീറ്റർ പോകണം. അവിടെ പോയി ടിക്കറ്റ് എടുത്ത് പിന്നെയും പടം കണ്ട് തിരിച്ചു വരണം. ഞാൻ 4-5 സുഹൃത്തുക്കളെ, ഈ കാണുന്ന 4-5 സുഹൃത്തുക്കളെ കൊണ്ടാണ് പോയത്. ഇവരൊക്കെയാണ് മമ്മൂട്ടി ഫാൻസുമാണ്. അവിടെ നിന്ന് സിനിമ കഴിഞ്ഞ് ഇങ്ങ് എത്തുന്നവരെ ന്യായീകരിച്ച് ഞാൻ മടുത്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഈ സിനിമയിൽ നെഗറ്റീവ് റിവ്യൂ കൊടുക്കുന്നതുകൊണ്ടോ പോസിറ്റീവ് റിവ്യൂ കൊടുക്കുന്നതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് നടന്ന കാര്യങ്ങളായിട്ട് ബന്ധമൊന്നുമില്ല. സിനിമ നല്ലതാണെങ്കിൽ അത് ഓടും, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കുറേ നായിക നടന്മാരെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഏറ്റവും അതന്നെ, സിനിമയിൽ കഥല്ല, ലോജിക്കില്ലാത്ത സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഭയങ്കര മാസ് പടത്തിൽ നമുക്ക് ലോജിക്ക് ഉണ്ടാവില്ല, പക്ഷെ അതിലെന്തെങ്കിലും ഒരു സ്റ്റോറി വേണം. ഇത് സ്റ്റോറിയുടെ കാര്യത്തിലാണ് ഈ ടീമിന് മൊത്തം പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു 2.5 മണിക്കൂർ നിങ്ങൾക്ക് നേരം പോകാൻ ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സിനിമ കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഹിറ്റ്, ഭയങ്കര സംഭവങ്ങളൊന്നും സിനിമയിൽ എനിക്ക് തോന്നിയിട്ടില്ല.